വൺ വിഷ് വില്ലോ എന്ന സ്റ്റിക്ക്. ഒരാഗ്രഹം മനസ്സിൽ വിചാരിച്ച് ആ ഒരു സ്റ്റിക്ക് ഒടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ആഗ്രഹം നടക്കും. പക്ഷേ ഒരാൾക്ക് ഒരു തവണ മാത്രമേ ആ ഒരു ആഗ്രഹം വിചാരിക്കാൻ കഴിയൂ. പക്ഷേ അതിനുശേഷം എന്ത് നടന്നാലും അതെല്ലാം സ്വയമേ തന്നെ അനുഭവിച്ചു കൊള്ളണം. അങ്ങനെയുള്ളൊരു സ്റ്റിക്കും ആ ഒരു സ്റ്റിക്ക് ഒടിച്ച പയ്യന്റെയും കഥ പറയുന്ന 2026 റിലീസായ ഒബ്സഷൻ എന്ന സിനിമയുടെ കഥ നോക്കിയാലോ? ഇന്നത്തെ വീഡിയോയില് കറക്റ്റ് സീനൊന്നും ആഡ് ചെയ്തിട്ടില്ല. കഥ മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളവർ കാണുക, ഇല്ലാത്തവർ ഒന്ന് സ്കിപ്പ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാനും മറക്കരുതേ. കഥ തുടങ്ങുന്നത് ഒരു റെസ്റ്റോറന്റ് കാണിച്ചുകൊണ്ടാണ്. അവിടെ നമ്മുടെ നായകനായ ബെയർ ബെയിലിൽ നിൽക്കുന്നു. ബെയറിന് മനസ്സിൽ എന്തൊക്കെയോ ടെൻഷൻ. അവൻ അവിടെയുണ്ടായിരുന്ന വെയിറ്ററിനെ തന്റെ അടുത്ത് പിടിച്ചിരുത്തിയതിനു ശേഷം തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു. എന്താണെന്നാൽ ബെയറിന് തന്റെ ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ടായ നിക്കിയെ ഇഷ്ടമാണ്. അവളെ പ്രപ്പോസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ബെയർ പ്രാക്ടീസ് ചെയ്യുക. ബെയറിനടുത്തെത്തുന്ന അവന്റെ കൂട്ടുകാരനായ ലാൻ ബെയറിനോട് പ്രത്യേകം പറയുന്നുണ്ട്, എടാ, നീ ഇങ്ങനെ പ്രാക്ടീസ് ഒന്നും ചെയ്തുകൊണ്ടിരിക്കാതെ അവളോട് നേരിട്ട് പോയി ഇഷ്ടമാണെന്നങ്ങ് പറയേ. പക്ഷേ ബെയറിന് വല്ലാത്ത ടെൻഷനായിരുന്നു. അന്നേ ദിവസം രാത്രി ബെയറും കൂട്ടുകാരും ചേർന്ന് ഒരു പാർട്ടിക്ക് പോകുവാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ട്. ആ പാർട്ടിയിൽ പങ്കെടുക്കുവാനായിട്ട് നിക്കിയും വരും. പാർട്ടിയിൽ വെച്ച് നീ നിക്കിയെ പ്രപ്പോസ് ചെയ്യണമെന്നും ലാൻ ബെയറിനോട് പറയുന്നു. ബെയറും അതിന് സമ്മതിക്കുക. അന്നേ ദിവസം രാത്രി പാർട്ടിക്ക് പോകുവാൻ വേണ്ടിയിട്ട് ലാൻ റെഡിയായി ബെയറിന്റെ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ ദേ തറയിൽ ബെയറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പൂച്ചക്കുട്ടി ചത്തുകിടക്കുന്നു. എന്താണ് സംഭവിച്ചെന്നാൽ താഴെ കുറച്ച് ഉറക്കഗുളിക വീണ് കിടന്നു. അതാ നായ്ക്കുട്ടിയെടുത്ത് കഴിച്ചു. അങ്ങനെയാണ് മരണപ്പെട്ടു പോയതും. ബെയർ ആകെ തകർന്നു പോകുന്നു. ബെയറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പൂച്ചക്കുട്ടിയായിരുന്നു ഇത്. ആ പൂച്ചക്കുട്ടിയുടെ മരണം അവന് താങ്ങാൻ കഴിഞ്ഞില്ല. അവൻ പൊട്ടി പൊട്ടി കരയുകയാണ്. അതിൽ മനം തകർന്നിരിക്കുന്ന ബെയർ അപ്പോഴാണ് നിക്കിയുടെ കാര്യം ഓർക്കുന്നത്. നിക്കിയുടെ ഇൻസ്റ്റഗ്രാമും അങ്ങനെയുള്ള ഐഡികളും ഒക്കെ എടുത്തു നോക്കുകയാണ്. അതേ സമയമായിരുന്നു നിക്കി അവനെ കോള് ചെയ്യുന്നതും. നീ ഇന്ന് രാത്രി പാർട്ടിയിൽ പങ്കെടുക്കാൻ വരില്ലേ എന്നൊക്കെ നിക്കി പ്രത്യേകം ചോദിക്കുന്നുണ്ട്. വരാമെന്ന് ബെയർ പറയുന്ന സമയത്തായിരുന്നു നിക്കിയുടെ കഴുത്തിൽ കിടന്ന ചെയിനാണെങ്കിൽ ഒരു തറയിൽ വീഴുന്നതും. മാല വീണത് ഡ്രെയിനേജിലും. നിക്കി വല്ലാതെ കിടന്ന് ബഹളം വെക്കുന്നത് കേട്ട് ബെയറിന് മനസ്സിലായി അവളുടെ ചെയിൻ നഷ്ടമായി എന്ന്. അതുകൊണ്ട് തന്നെ നിക്കി ഒന്ന് ഇംപ്രസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയിൻ വാങ്ങാമെന്നും അവൻ തീരുമാനിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അപ്പോൾ തന്നെ അവൻ കടയിലേക്ക് പോവുകയാണ്. അങ്ങനെ അവൻ ഇഷ്ടമുള്ള ചെയിനൊക്കെ സെലക്ട് ചെയ്യാമെന്ന് നിൽക്കുന്ന സമയത്താണ് അവിടെ ഒരു കാര്യം ഇരിക്കുന്നത്. അതിന്റെ പേര് ദി വൺ വിഷ് വില്ലോ എന്നാണ്. അതിലൊരു സ്റ്റിക്കുണ്ട്. ആ സ്റ്റിക്ക് കയ്യിലെടുത്തിട്ട് എന്തെങ്കിലും ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് ഒടിച്ചു കഴിഞ്ഞാൽ ആ ആഗ്രഹം നടക്കും. ചിലരത് വാങ്ങിക്കൊണ്ടുപോയി ആഗ്രഹം മനസ്സിൽ വിചാരിച്ചൊടിച്ചു. ചിലർക്ക് നടന്നിട്ടുണ്ട്, ചിലർക്ക് നടന്നിട്ടില്ല. സൂക്ഷിച്ചുപയോഗിക്കണമെന്ന് പ്രത്യേകം കടക്കാരി പറഞ്ഞു വിടുന്നു. അന്ന് രാത്രി എല്ലാവരും പാർട്ടിയിൽ പങ്കെടുക്കുവാനായും എത്തുന്നുണ്ട്. ബെയറും ബെയറിന്റെ കാമുകി നിക്കിയും ലാനും പിന്നെ അവരുടെ ഫ്രണ്ടായ സാറയുമുണ്ട്. എന്നാൽ ഇവരുടെയൊക്കെ മുന്നിൽ വെച്ച് ബെയറിന് നിക്കിയെ പ്രപ്പോസ് ചെയ്യുവാനായിട്ട് ചെറിയൊരു ഭയം പോലെ. നിക്കി വല്ലതും പ്രതികരിച്ചാലോ എന്ന പേടിയായിരുന്നു ബെയറിന്. അതുകൊണ്ട് തന്നെ പാർട്ടിയെല്ലാം കഴിഞ്ഞ് പോകുവാനായി ഇറങ്ങുന്ന സമയം ബെയർ നിക്കിയെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അവന്റെ കാറിൽ കയറ്റി വിളിച്ചുകൊണ്ടു പോകുന്നു. പോകുന്ന വഴിയിലും ബെയർ നിക്കിയോടൊന്നും പറഞ്ഞതേയില്ല. അങ്ങനെ നിക്കിയുടെ വീട്ടിലെത്തി അവളെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഫ്രീക്കി നിക്കി എന്ന് നിക്കിയെ വിളിക്കുന്നു. നിക്കി അങ്ങനെ വിളിക്കുന്നത് നിക്കിക്ക് അത്ര ഇഷ്ടമേ അല്ല. അവളുടെ ഇടംപേരാണ് ഫ്രീക്കി നിക്കി എന്നത്. ബെയറിനടുത്തേക്ക് വന്ന നിക്കി നിനക്ക് എന്നോട് വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴും ബെയറാണെങ്കിൽ തന്റെ മനസ്സിലുള്ള കാര്യം പറയുവാനായി മടിക്കുന്നു. നിനക്കെന്നെ ഇഷ്ടമാണോ എന്ന് നിക്കി ചോദിക്കുമ്പോഴോ അത് കേട്ട ബെയർ അങ്ങനെയൊന്നുമില്ല, നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ എന്ന് പറഞ്ഞിട്ട് നിക്കി അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. നിക്കി പോയി കഴിഞ്ഞതും അയ്യയ്യോ, അങ്ങനെ പറയരുതായിരുന്നു, എന്തായാലും ഒരവസരം കിട്ടിയതായിരുന്നല്ലോ, ഇഷ്ടമാണെന്ന് അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ അവൻ ചിന്തിച്ച് സങ്കടപ്പെടുകയാണ് ചെയ്യുന്നത്. അതെല്ലാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ബെയറിന് തന്റെ കൈവശമിരിക്കുന്ന വൺ വിഷ് വില്ലയെ കുറിച്ച് ഓർമ്മ വരുന്നത്. ഉടനെ തന്നെ ആ ഒരു ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് അതിൽ നിന്നും സ്റ്റിക്ക് പുറത്തെടുക്കുന്നു. എന്നിട്ടവൻ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുകയാണ്. ഈ ലോകത്ത് നിക്കി ആരെക്കാളും എന്നെയായിരിക്കണം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് എന്ന ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ടാണ് ബെയർ സ്റ്റിക്ക് ഒടിക്കുന്നതും. സ്റ്റിക്ക് ഒടിച്ചതും എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നു. പെട്ടെന്ന് തന്നെ വാതിൽ തുറന്ന് നിക്കി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ബെയറിന്റെ അടുത്തേക്ക് എത്തി എന്നെയും കൂട്ടിക്കൊണ്ടു പോകണമെന്നും ആവശ്യപ്പെടും. ഉടനെ തന്നെ ബെയർ അവളെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നാൽ പകുതി വഴിയിൽ വെച്ച് കാറിലിരുന്ന് നിക്കി കരയുവാനേയും തുടങ്ങി. എന്താ എന്താ പറ്റിയതെന്ന് ബെയർ ചോദിക്കുമ്പോൾ എന്റെ അച്ഛന് ബ്ലഡ് ക്യാൻസർ ആണെന്നൊക്കെ പറഞ്ഞാണ് നിക്കി കരയുന്നത്. മാത്രമല്ല നിന്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൂടി നിക്കി കരയുന്നുണ്ട്. ഉടനെ തന്നെ ബെയർ തന്റെ വീട്ടിലേക്ക് നിക്കിയെ കൊണ്ടുവരുന്നു. വീട്ടിലെത്തിയതും നിക്കിയുടെ പെരുമാറ്റത്തിലേക്ക് മാറ്റം വരികയും ബെയറിനെ കിസ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ബെയർ നിക്കിയെ തള്ളി മാറ്റുകയാണ്. എന്താ എന്ത് പറ്റി ബെയർ എന്ന് നിക്കി ചോദിക്കുമ്പോൾ
ഒന്നുമില്ല, എനിക്ക് ചെറുതായിട്ടൊന്ന് പാനിക് അറ്റാക്ക് ഉണ്ടായതാണെന്നും ബെയർ കള്ളം പറയുന്നു. നിക്കിക്ക് എന്താണ് ഈ സംഭവിക്കുന്നതെന്നും ബെയറിന് മനസ്സിലാകുന്നതേയില്ല. ബെയറിന്റെ പെരുമാറ്റം കാണുന്ന നിക്കി ഞാൻ നിന്നെ ബുദ്ധിമുട്ടിച്ചോ എന്ന് ചോദിച്ച് കരയുവാനേയും ആരംഭിക്കുന്നു. ഉടനെ തന്നെ ബെയർ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞവളെ സമാധാനിപ്പിച്ച് അവർ രണ്ടുപേരും ഉറങ്ങുവാനായി കിടക്കുന്നു. നിക്കി ഉറങ്ങും, പക്ഷേ ബെയറിന് ഉറക്കം വന്നില്ല. വൺ വിഷ് വില്ലോ അതിലുള്ള സ്റ്റിക്ക് ഒടിച്ചതിന് ശേഷമാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ആ ഒരു വൺ വിഷ് വില്ലോയെ കുറിച്ചൊന്ന് സെർച്ച് ചെയ്യണമെന്ന് തീരുമാനിച്ച് അവൻ നെറ്റിലാകെ സെർച്ച് ചെയ്യുന്നു. റിവ്യൂസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് പേർ കമന്റ് ഇട്ടിട്ടുണ്ട് അവർക്കൊക്കെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചുവെന്ന്. അപ്പോൾ ഈ ഒരു സ്റ്റിക്ക് സത്യമാണോ എന്നുള്ള ചിന്തയൊക്കെ ബെയറിനുണ്ടാകുന്നു. അടുത്ത ദിവസം രാവിലെ ഉറക്കമുണരുന്ന സമയത്ത് നിക്കിയെ അടുത്ത് കാണുന്നില്ല. നിക്കി എവിടെ പോയി എന്ന് അന്വേഷിച്ചെത്തുമ്പോൾ അവൾ കിച്ചണിൽ നിൽക്കുക. അവന് വേണ്ടിയിട്ടുള്ള ആഹാരമൊക്കെ പാചകം ചെയ്യുന്നു. അതേസമയം ബെയർ മറ്റൊരു കാഴ്ച കൂടി കാണുകയാണ്. ബെയറിന്റെ പൂച്ചക്കുട്ടി ചത്തുപോയില്ലേ, പൂച്ചക്കുട്ടിയുടെ സമാധിയും ഒരുക്കി വെച്ചിരിക്കുന്നു. അത് കാണുമ്പോൾ അവന് വല്ലാതെ ദേഷ്യവും ഒക്കെ വരുന്നുണ്ട്. ബെയറിനുള്ള ആഹാരവും പാചകം ചെയ്തെടുക്കുകയാണ് നിക്കി. എന്നിട്ട് രണ്ടുപേരും ജോലിക്കായിട്ടും പോകുന്നു. ഇവർ കൂട്ടുകാർ 4 പേരും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അന്നേ ദിവസം നിക്കിയും ബെയറും ഒരുമിച്ച് വരുന്നത് കാണുന്ന ലാൻ ഇതെങ്ങനെ സംഭവിച്ചു? ഇന്നലെ രാത്രി നിങ്ങൾ ഒരുമിച്ചല്ലേ പോയത്? നീ അവളെ പ്രപ്പോസ് ചെയ്തോടാന്നൊക്കെ ബെയറിനോട് ചോദിക്കുന്നു. നിക്കിയുടെ അച്ഛന് ബ്ലഡ് ക്യാൻസറാ. അവൾ ആ ഒരു കാര്യം പറഞ്ഞ് ഒരുപാട് ഇന്നലെ കരഞ്ഞിരുന്നു. ഞാനാ അവളെ സമാധാനിപ്പിച്ചത്, അത്രയേയുള്ളൂ എന്നും ബെയർ പറയുന്നു. അങ്ങനെ അവർ ജോലി ചെയ്യുവാനായും ആരംഭിക്കുന്നു. പക്ഷേ നിക്കി ജോലി ചെയ്യാതെ ബെയറിനെ തന്നെയാണ് നോക്കി നിൽക്കുന്നതും. ജോലിയെല്ലാം കഴിഞ്ഞവർ പോകുവാനായി ഇറങ്ങുമ്പോൾ ബെയറാണ് നിക്കി അവളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോകുന്നത്. അപ്പോഴെല്ലാം ബെയർ തന്റെ കൂട്ടുകാരനായ ലാനിനോട് നിക്കിയെ കുറിച്ചാണ് പറയുന്നത്. ഇന്നലെ മുതൽ നിക്കിയുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ മാറ്റം തോന്നുന്നുവെന്ന് ബെയർ പറയുമ്പോഴോ, ആ ഞാനും അത് ശ്രദ്ധിച്ചു. ഇന്ന് ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയവും അവൾ ജോലിയൊന്നും ചെയ്യാതെ നിന്നെ തന്നെയാ നോക്കിക്കൊണ്ട് നിന്നതെന്നും ബെയറിനോട് ലാൻ പറയുന്നു. ലാനും ബെയറും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം ബെയറിന്റെ വീട്ടില് ആരോ കോളിംഗ് ബെൽ അടിക്കുന്നു. കഥക് തുറന്ന് നോക്കുമ്പോഴോ അത് നിക്കിയാണ്. നിക്കി നല്ല അടിപൊളി ഡ്രസ്സിലൊക്കെ വന്ന് നിൽക്കുന്നു. ബെയറിനെ തനിക്ക് ഇഷ്ടമാണെന്നും നിക്കി പ്രപ്പോസ് ചെയ്യുകയാണ്. ബെയറിന് ഒരുപാട് സന്തോഷമാകുന്നു. കുറെ വർഷങ്ങളായിട്ട് ഞാനും നിന്നെ പ്രണയിക്കുകയാണെന്ന് പറഞ്ഞ് തന്റെ പ്രണയവും ബെയർ നിക്കിയോട് തുറന്നു പറയുന്നു. അന്നു മുതൽ അവർ രണ്ടുപേരും പ്രണയിക്കുവാനായും ആരംഭിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോകെ ഒരു ദിവസം ഡിന്നർ ഡേറ്റിനായിട്ട് രണ്ടുപേരും ഒരു ഹോട്ടലിൽ ഇരിക്കുന്ന സമയം. അതേസമയം ബെയർ നിക്കിയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ അച്ഛൻ ഇപ്പോൾ എങ്ങനെയുണ്ട്? അതിന് നിക്കി മറുപടി കൊടുക്കുന്നതേയില്ല. ആ വിഷയം എങ്ങനെയെങ്കിലും മാറ്റിവിടുവാനായിട്ടാണ് നിക്കി ശ്രമിക്കുന്നതും. അപ്പോഴായിരുന്നു ലാനിന്റെ കോൾ ബെയറിന് വരുന്നത്. മാറി നിന്ന് ബെയർ സംസാരിക്കുന്ന സമയത്ത് ലാനിന്റെ സംസാരം സാധാരണ പോലെ ആയിരുന്നില്ല, അല്പം സീരിയസ് ആയിരുന്നു. ഞാൻ നിക്കിയെക്കുറിച്ച് അന്വേഷിച്ചു. അവളുടെ അച്ഛന് ബ്ലഡ് ക്യാൻസർ ഒന്നുമില്ല. അച്ഛൻ ഇപ്പോഴും ആരോഗ്യത്തോടു കൂടി ഇരിക്കുക. എന്നാൽ നിക്കിയും അച്ഛനും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അവർ രണ്ടുപേരും തമ്മിൽ വലിയ കോണ്ടാക്ട് ഒന്നുമില്ല. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു. നിക്കിയും സാറയും തമ്മിൽ സംസാരിച്ച കാര്യം ഞാൻ കേട്ടിരുന്നു. ബെയർ നിനക്ക് ആരാണെന്നുള്ള കാര്യം സാറ ചോദിക്കുമ്പോൾ എനിക്കവൻ എന്റെ സഹോദരനെ പോലെയാണ് എന്നായിരുന്നു നിക്കിയുടെ മറുപടി. ആ ഒരു കാര്യമാണ് ലാൻ ബെയറിനോട് പറഞ്ഞതും. അത് കേട്ടതും ബെയർ ആകെ തകർന്നു പോകുന്നു. ഒരു സഹോദരനെ പോലെയാണ് അവൾ എന്നെ കാണുന്നതെങ്കിൽ ഇപ്പോൾ അവൾ എന്നെ എങ്ങനെ ഇത്രയും സ്നേഹിക്കുന്നു എന്നതായിരുന്നു ബെയറിന്റെ ചിന്തയും. ബെയർ വീണ്ടും നിക്കിക്കടുത്തേക്ക് എത്തും. അപ്പോഴേക്കും നിക്കി ബെയറിന് കൊടുക്കുവാനായിട്ട് ഒരു ഗിഫ്റ്റ് ഒക്കെ റെഡിയാക്കിയിരുന്നു. ഈ ലോകത്ത് ഞാൻ മറ്റെന്തിനേക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണെന്ന് പറഞ്ഞാണ് ഗിഫ്റ്റ് ബെയറിന് കൊടുക്കുന്നത്. വൺ വിഷ് വില്ലോ സ്റ്റിക്ക് ഒടിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞത് നിക്കി ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും തന്നെ പ്രണയിക്കണം എന്ന ആഗ്രഹമായിരുന്നു. അതാണല്ലോ ഇപ്പോൾ അവളുടെ വായിൽ നിന്ന് വീണതെന്നും അവൻ ഓർക്കുന്നു. അതേസമയം നിന്റെ അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട്? നീ അച്ഛനെക്കുറിച്ച് എന്നോട് വല്ല കള്ളവും പറഞ്ഞോ എന്നൊക്കെ ബെയർ ചോദിക്കുമ്പോൾ അത് കേട്ടതും നിക്കിയുടെ സ്വഭാവമേ മാറുന്നു. നിക്കി കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് വല്ലാതെ ബഹളം വയ്ക്കുവാനായും തുടങ്ങുന്നു. ഏയ്, നീ എന്തിനാ ഇപ്പോൾ ഈ ഒരു കാര്യമൊക്കെ ചോദിക്കുന്നത്? നല്ലൊരു ഡിന്നർ ഡേറ്റ് നീയായിട്ട് കുളമാക്കുകയാണോ എന്ന് ചോദിച്ച് ഒരു ഭ്രാന്തിയെ കണക്ക് പെരുമാറുന്നു. വല്ലാതെ ബഹളം വെക്കുകയാണ്. അത് കാണുന്ന ബെയർ ചാടി എഴുന്നേറ്റ് അവളെ സമാധാനിപ്പിച്ച് കസേരയിലെത്തും. ഒരുവിധം അവൾ നോർമലാകുന്ന സമയം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം രണ്ടുപേരും പോകുവാനായി ഇറങ്ങുന്നു. പോകുന്ന സമയത്തെല്ലാം ബെയറിന്റെ മനസ്സിൽ നിക്കിയെ കുറിച്ചായിരുന്നു ചിന്ത. നിക്കി എന്താ കുറച്ചു നാളായിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? യഥാർത്ഥത്തിൽ അവൾക്ക് എന്താ സംഭവിക്കുന്നത്? അവളല്ല ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അവൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ആരോ അവളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യുന്നത് പോലെയുണ്ട് എന്നൊക്കെ ബെയർ ചിന്തിക്കുന്നു.
അന്ന് രാത്രി ഉറങ്ങുവാനായി കിടന്ന് അർദ്ധരാത്രിയായപ്പോൾ നിക്കി അടുത്തില്ല. നിക്കി എവിടെയെന്ന് അവൻ അന്വേഷിക്കുമ്പോഴോ ദേ വാതിലിനടുത്ത് വന്ന് നിൽക്കുന്നു. എന്നിട്ട് അവൾ കരയുവാനായും ആരംഭിക്കുകയാണ്. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുകയാണ് ബെയർ എന്ന് പറഞ്ഞിട്ടാണ് അവൾ കരയുന്നത്. നീ എന്നെ സ്നേഹിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നീ ഇവിടെ വന്ന് കിടക്കുവാനായിട്ടും ബെയർ പറയുന്നു. ഉടനെ തന്നെ നിക്കി ഒരു പൂച്ചട്ടിയുമായിട്ട് അവനടുത്തേക്ക് ഓടി വരുന്നു. തന്റെ തലയിലെങ്ങാനും മുടയ്ക്കുമോ എന്ന പേടിയായിരുന്നു ബെയറിന്. എന്നാൽ ഓടി വന്ന് നിക്കി ടേബിളിൽ ആ ഒരു പൂച്ചട്ടി വെച്ചതിന് ശേഷം കയറി കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ നിക്കി ജോലിക്ക് പോകുന്നില്ല. ജോലിക്ക് പോകുവാനായി ഇറങ്ങുന്നത് ബെയർ മാത്രമാണ്. ബെയറിന് കഴിക്കുവാനുള്ള ആഹാരമെല്ലാം നിക്കി റെഡിയാക്കി കൊടുക്കുന്നു. എന്നാൽ പോകുവാനായി ഇറങ്ങുന്ന ബെയർ നേരെ ഫ്രണ്ട് ഡോറിന് അടുത്തേക്ക് വരുമ്പോഴോ ഫ്രണ്ട് ഡോറെല്ലാം ടേപ്പ് വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്. നിക്കിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്നാൽ ആ ഒരു ടേപ്പ് എല്ലാം ഇളക്കി മാറ്റി ബെയർ കതകു തുറന്ന് ജോലിക്കായും പോകുന്നു. പക്ഷേ അതെല്ലാം നോക്കി നിൽക്കുകയാണ് നിക്കി. നിക്കിയാണെങ്കിലോ ഒന്ന് അനങ്ങുന്നത് പോലുമില്ല. ചിരിച്ച മുഖത്തോടു കൂടിയാണ് അവൻ പോകുന്നത് നോക്കി നിൽക്കുന്നതും. ബാത്റൂമിൽ പോകാതെ ഒന്നും രണ്ടുമൊക്കെ അവിടെ തന്നെ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ബെയറാണെങ്കിലോ ജോലിക്കായും എത്തുന്നു. നിക്കിയുടെ കാര്യമാണ് അവരൊക്കെ സംസാരിക്കുന്നതും. ഫുഡ് കഴിക്കുവാനായി ഇരിക്കുന്ന സമയം ബെയറിന്റെ ടിഫിൻ ബോക്സിൽ നിന്നും എന്തൊക്കെയോ സ്മെല്ലെടുക്കുന്നു. അവൻ ഓപ്പണാക്കി നോക്കുന്ന സമയത്ത് അവന്റെ മരിച്ചുപോയ പൂച്ചയില്ലേ, ആ പൂച്ചയെ വെച്ച് സാൻഡ്വിച്ച് ഉണ്ടാക്കിയാണ് ബെയറിന് നിക്കി കൊടുത്തുവിട്ടിരിക്കുന്നത്. മാത്രമല്ല അതിലൊരു ചെറിയ നോട്ടും ഉണ്ടായിരുന്നു. അതും അവൻ വായിച്ചു നോക്കുകയാണ് ചെയ്യുന്നത്. അവൻ ആകെ ടെൻഷൻ. നിക്കി എന്താ ഇങ്ങനെയെന്നൊക്കെ അവൻ ചിന്തിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ലാൻ, ഇന്ന് രാത്രിയിൽ നടക്കുന്ന പാർട്ടിക്ക് നീ നിക്കിയെ കൂട്ടിക്കൊണ്ടു വരരുത്. അവൾക്ക് എന്തോ പ്രശ്നമുണ്ട്. അവൾ വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുമെന്നൊക്കെ ലാൻ പറയുമ്പോൾ അതെങ്ങനെ എനിക്ക് ചെയ്യാൻ കഴിയും? അവൾ എന്നെ ഒരുപാട് സ്നേഹിക്കുക. അവൾക്കിപ്പോൾ ചെറിയ മെന്റൽ പ്രശ്നം വന്നു, അത്രയല്ലേ ഉള്ളൂ. ഞാൻ അവളുടെ കൂടെ നിന്ന് അവളെ കെയർ ചെയ്യേണ്ടേ എന്നതാണ് ബെയറിന്റെ മറുപടിയും. തിരികെ പോകുവാനായിട്ട് കാറിൽ വന്നിരിക്കുന്ന ബെയർ നിക്കിയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവളിപ്പോൾ എന്നിൽ വല്ലാതെ ഒബ്സസ് ആയിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അവൻ ചിന്തിക്കുന്നു. അപ്പോഴാണ് വൺ വിഷ് വില്ലോയുടെ ആ ഒരു പാക്കറ്റ് അവൻ കാണുന്നതും അതിലത് നിർമ്മിച്ച കമ്പനിയിലെ നമ്പരും ഉണ്ടായിരുന്നു. ഉടനെ തന്നെ ബെയർ ആ കമ്പനിയിലേക്ക് കോൾ ചെയ്യും. വൺ വിഷ് വില്ലോയുടെ ആ സ്റ്റിക്ക് ഒടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമെന്ന് പറയുന്നത് സത്യമാണെന്ന് ചോദിക്കുമ്പോൾ അതെ സത്യമാണ്. അല്ല, ആ ഒരു വിഷ് എങ്ങനെ അവസാനിപ്പിക്കാമെന്ന് ബെയർ ചോദിക്കുമ്പോൾ അതിനൊരു വഴിയേ ഉള്ളൂ. നമ്മൾ ആരെ മനസ്സിൽ ചിന്തിച്ച് നമ്മുടെ ആഗ്രഹം മനസ്സിൽ കണക്ക് കൂട്ടി ആ ഒരു സ്റ്റിക്ക് ഒടിച്ചോ ആ ഒരു വ്യക്തി മരണപ്പെടണം. എന്നാൽ മാത്രമേ ഈ ഒരു വിഷിന് അന്ത്യമുള്ളൂ എന്നുള്ള കാര്യമാണ് കമ്പനിക്കാർ പറയുന്നത്. അത് കേൾക്കുന്നതും ബെയർ ഞെട്ടിപ്പോകുന്നു. ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ അവൻ ചിന്തിച്ചു കൂട്ടുകയാണ്. അതേസമയം ആ ഫോണിലൂടെ നിക്കിയുടെ ശബ്ദവും കേൾക്കുകയാണ്. നിക്കി വല്ലാതെ അലറുന്നുണ്ട്. യഥാർത്ഥ നിക്കി എവിടെയെങ്കിലും പെട്ടുകിടക്കുകയാണോ എന്നുള്ള ചിന്തയൊക്കെ ബെയറിനുണ്ടാകുന്നു. അങ്ങനെ ബെയർ വീട്ടിലേക്ക് വന്ന് നോക്കുന്ന സമയം ബെയർ പോകുന്ന സമയത്ത് നിക്കി എവിടെ നിന്നോ അവിടെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഒന്നും രണ്ടും ഒക്കെ സാധിച്ചിരിക്കുന്നു. അതെല്ലാം ബെയറാണ് വന്ന് ക്ലെയിം ചെയ്തതും. നിക്കിയുടെ ഒരു പെരുമാറ്റം കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ബെയർ. എന്നിട്ട് അവളെ കൊണ്ടുവന്ന് കട്ടിലിൽ കിടത്തുകയും ചെയ്യുന്നുണ്ട്. അന്നേ ദിവസം രാത്രി താൻ പാർട്ടിക്ക് പോവുകയാണെന്നുള്ള കാര്യം ബെയർ നിക്കിയോട് പറയുമ്പോഴോ നീ എന്നെ കൂട്ടാതെ ഒറ്റയ്ക്ക് പോവുകയാണോ എന്ന് പറഞ്ഞ് നിക്കി ബഹളം വയ്ക്കുന്നു. ഉടനെ തന്നെ ബെയർ നിക്കിയും കൂട്ടിയാണ് പാർട്ടിക്ക് പോകുന്നതും. എന്നാൽ നിക്കി വന്നത് ബാക്കിയുള്ളവരിൽ വല്ലാതെ ടെൻഷൻ ഉണ്ടാക്കുന്നു. വന്നപ്പോൾ മുതൽ നിക്കിയുടെ പെരുമാറ്റം വല്ലാതെ വിചിത്രമായിരുന്നു. എപ്പോഴും ഓരോ ശബ്ദങ്ങളുമൊക്കെ ഉണ്ടാക്കി വല്ലാത്തൊരു രീതിയിലാണ് ഇരിക്കുന്നതും. ബെയറിന്റെ കൂട്ടുകാരെല്ലാവരും ചേർന്ന് ട്രൂത്ത് ഓർ ഡെയർ കളിക്കുന്നു. അതിൽ ബെയറിന്റെ ചാൻസ് ആണ്. ബെയറിനോട് കൂട്ടുകാരനായ ലാൻ പറയുന്നത് നീ ദേ നിക്കിയുടെ അടുത്ത് നിന്ന് മാറി ആ കസേരയിൽ പോയി ഇരിക്കുവാനായും പറയും. അങ്ങനെ ബെയർ എഴുന്നേറ്റ് ആ കസേരയിൽ പോയി ഇരിക്കുന്നു. അതിനടുത്തായിട്ട് സാറ ഇരിക്കുന്നത് നിക്കി ശ്രദ്ധിക്കുന്നു. പക്ഷേ നിക്കിക്ക് അത് അത്ര ഇഷ്ടമായതേയില്ല. അടുത്തത് നിക്കിയുടെ ചാൻസ് ആണ്. നിക്കിയോട് ഒരു കഥ പറയുവാനായും പറയും. എന്നാൽ നിക്കി പറയുന്ന കഥയൊന്നും അവിടെ ഇരിക്കുന്നവർക്ക് അത്ര ഇഷ്ടമായതേയില്ല. വല്ലാത്തൊരു വിചിത്രമായ സ്റ്റോറിയായിരുന്നു അവൾ പറഞ്ഞതും. അവരെ എല്ലാവരെയും അൺകംഫർട്ടബിൾ ആക്കുന്ന രീതിയിലായിരുന്നു നിക്കിയുടെ സംസാരവും. ഇതെല്ലാം ഒരു പ്രാങ്കാണെന്ന് പറഞ്ഞിട്ട് നിക്കി പൊട്ടിച്ചിരിക്കുന്നു. അടുത്തത് വീണ്ടും ബെയറിന്റെ ചാൻസ് വന്നു. തന്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആളിനെ കിസ് ചെയ്യണം എന്നതായിരുന്നു ബെയറിനോട് ആവശ്യപ്പെട്ടത്. ബെയറിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് സാറയാണ്. അത് കണ്ടതും നിക്കിക്ക് വല്ലാതെ ദേഷ്യം വരികയും നിക്കി വല്ലാത്തൊരു മുഖത്തോടു കൂടി എഴുന്നേറ്റ് സാറയെ അവിടെ നിന്ന് മാറ്റിയിട്ട് നിക്കി അവിടെ ഇരിക്കുന്നു. വേറെ വഴിയില്ലാതെ ബെയർ നിക്കിയെ കിസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ നിക്കിയുടെ പെരുമാറ്റം വല്ലാതെയാകുന്നു. അടുത്തത് നിക്കിയുടെ ചാൻസ് വന്നപ്പോഴോ നിക്കി അവിടെ നിന്നും എഴുന്നേറ്റ് വല്ലാത്ത രീതിയിൽ എല്ലാവരെയും നോക്കി ചിരിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്ത് തലയിൽ മുറിവുണ്ടാക്കുന്നു. ഉടനെ തന്നെ ബെയർ നിക്കിയെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകും. എന്നാൽ നിക്കി വല്ലാതെ വിചിത്രമായി പെരുമാറുന്നത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ആരും അവളെ സ്വീകരിച്ചതേയില്ല. വേറെ വഴിയില്ലാതെ ബെയർ അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് മുറിവിലൊക്കെ മരുന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നതും. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്?
നീ എന്തിനാ സ്വന്തമായിട്ട് വേദനിപ്പിക്കുന്നത് എന്നൊക്കെ ബെയർ ചോദിക്കുമ്പോൾ ആ സാറയ്ക്ക് നിന്നെ ഇഷ്ടമാണെന്നാ തോന്നുന്നത്, എനിക്ക് പേടിയായി, അതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയതെന്നായിരുന്നു നിക്കിയുടെ മറുപടി. നിക്കിയുടെ പെരുമാറ്റമൊക്കെ കണ്ട് വല്ലാതെ പേടിച്ച ബെയർ എന്തായാലും നീ നിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് തിരികെ പോകുവാനായിട്ടും ആവശ്യപ്പെടുന്നു. എന്നാൽ അത് കേട്ട് നിക്കി വല്ലാതെ അലറിക്കരയുകയാണ്. ഞാൻ പോകില്ല, ഞാൻ നിന്നോടൊപ്പം തന്നെ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞാണ് അവൾ വല്ലാതെ ബഹളം വെക്കുന്നത്. എന്നാൽ ശരി, നീ പഴയ നിക്കിയാകണമെന്നും ആവശ്യപ്പെടുമ്പോൾ പറ്റില്ല, എനിക്ക് പഴയ നിക്കിയാകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൾ വല്ലാതെ കരയുന്നു. എന്നാൽ ശരി, ഞാനിന്ന് ഒറ്റയ്ക്ക് കിടക്കുകയാണെന്ന് പറഞ്ഞ് ബെയർ തന്റെ റൂമിലേക്ക് പോകുവാനായി ഒരുങ്ങുമ്പോഴോ, അങ്ങനെ നീ പോയി കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ നശിപ്പിക്കുമെന്ന് അവൾ ഭീഷണിപ്പെടുത്തുന്നു. വേറെ വഴിയില്ലാതെ ബെയർ അവളെയും കൂട്ടിയാണ് റൂമിലേക്ക് പോകുന്നതും. ഉറങ്ങുവാനായി കിടന്ന് കുറെ കഴിഞ്ഞതും സാറയിൽ നിന്നും ബെയറിന് മെസ്സേജ് വരുന്നു. പുറത്തേക്ക് വാ, എനിക്കൊന്ന് കാണണമെന്നായിരുന്നു സാറ മെസ്സേജ് അയച്ചതും. നിക്കി അറിയാതെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ബെയർ സാറയെ കാണുവാനായിട്ടും പോകുന്നു. സാറ ഇപ്പോൾ ബെയറിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുന്നത് എന്തിനെന്നാൽ സാറയ്ക്ക് ആർട്ട് സ്കൂളിൽ അഡ്മിഷൻ ആദ്യം റിജക്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും അഡ്മിഷൻ കിട്ടിയിരിക്കുകയാണ്. ആ സന്തോഷം പറയുവാൻ വേണ്ടിയിട്ടാണ് സാറ വന്നിരിക്കുന്നത്. മാത്രവുമല്ല നിക്കിയെക്കുറിച്ചും അവർ സംസാരിക്കുന്നു. അപ്പോഴാണ് ഞെട്ടിക്കുന്നൊരു കാര്യം സാറ ബെയറിനോട് പറയുന്നത്. ലാനും നിക്കിയും പ്രണയിക്കുകയായിരുന്നു. കുറച്ചു വർഷമായിട്ട് ആരും അറിയാതെ അവർ ഡേറ്റ് ചെയ്യുക. ഞാൻ ഈ കാര്യമൊക്കെ മുൻപേ അറിഞ്ഞിരുന്നു. പക്ഷേ ഇവളിപ്പോൾ എന്തിനാ നിന്നെ പ്രണയിക്കുന്നത്? ഇനി ലാനിലെ വല്ല അസൂയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് വല്ലതുമാണോ എന്നൊക്കെ സാറ പറയുന്നു. മാത്രമല്ല ബെയർ ഇപ്പോൾ കടന്നു പോകുന്നത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലൂടെ ആയതുകൊണ്ട് തന്നെ സാറ ബെയറിനെ പ്രണയിക്കാമെന്നും നമുക്ക് രണ്ടുപേർക്കും ഡേറ്റ് ചെയ്യാമെന്നുമുള്ള കാര്യം ബെയറിനോട് പറയുന്നു. കാറിലിരുന്ന് രണ്ടാളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനടുത്തേക്ക് നിക്കി വരികയാണ്. ഒരു ഭ്രാന്തിയെ പോലെ ആയി മാറിയ നിക്കിയാണെങ്കിലോ കാറിന്റെ കണ്ണാടി കൈ കൊണ്ട് ഇടിച്ചുടച്ചതിന് ശേഷം അതിലൂടെ കൈയിട്ട് സാറയെ ഒരുപാട് ഉപദ്രവിക്കുന്നു. അവസാനം സാറയുടെ കഥ കഴിക്കുകയാണ് ചെയ്യുന്നത്. അത് കണ്ട് ബെയർ ആകെ ഭയന്നു പോകുന്നു. ഒരു വൺ വിഷ് വില്ലോ കാരണമാണല്ലോ ഇത്രയും സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ അവൻ ചിന്തിക്കുന്നു. പാവം സാറ, അവളുടെ ജീവനും നഷ്ടമായല്ലോ എന്ന് ചിന്തിച്ച് അവൻ ആകെ സങ്കടപ്പെടും. സാറ ഇവിടെ നിന്നും എടുക്കുവാനായിട്ട് തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്നും നിക്ക് ബെയറിനോട് പറയുന്നു. അങ്ങനെ ബെയർ പേടിച്ച് പേടിച്ച് സാറ പറയുന്നതൊക്കെ അനുസരിക്കുകയാണ്. ഇതിനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇതിനെന്തെങ്കിലും പരിഹാരം കണ്ടെത്തണമെന്ന് തീരുമാനിച്ച് എവിടെ നിന്നാണോ അവൻ വൺ വിഷ് വില്ലോ വാങ്ങിയത് അവിടെ തന്നെ അവൻ വീണ്ടും എത്തുകയാണ്. ആ ഷോപ്പിലെത്തി അടുത്തൊരെണ്ണം കൂടി വാങ്ങുന്നു. എന്നിട്ട് ഷോപ്പ് നടത്തുന്ന ആളിനോട് ചോദിക്കുന്നുണ്ട്, ഞാനൊരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് ഈ സ്റ്റിക്ക് ഓടിച്ചു, പക്ഷേ ആ ആഗ്രഹം എനിക്ക് നടക്കണ്ട, എനിക്കത് റിവേഴ്സൽ സംഭവിക്കണം, അതിനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അതിന് രണ്ടേ രണ്ട് വഴിയേ ഉള്ളൂ. ഒന്ന്, ആ വ്യക്തി നിങ്ങളെ വിട്ടു പോകണം. രണ്ട്, മറ്റൊരാൾ സ്റ്റിക്ക് വാങ്ങിയിട്ട് നിങ്ങളുടെ ആഗ്രഹം നടക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട് സ്റ്റിക്ക് ഒടിക്കണം. ഇതേയുള്ളൂ വഴിയെന്നാണ് കടക്കാരൻ പറഞ്ഞതും. അതനുസരിച്ച് ബെയർ വീണ്ടും സ്റ്റിക്കും വാങ്ങിക്കൊണ്ട് പോവുകയാണ്. സ്റ്റിക്ക് കയ്യിലെടുത്ത ബെയർ നിക്കി തന്നെ വെറുക്കണമെന്ന രീതിയിൽ സ്റ്റിക്ക് ഒടിക്കുവാനൊക്കെ ശ്രമിക്കുന്നു. പക്ഷേ അവൻ എത്ര വിചാരിച്ചിട്ടും നടക്കുന്നതേയില്ല. അപ്പോഴാണ് മറ്റൊരു കാര്യം കൂടി ബെയറിന് മനസ്സിലാകുന്നത്. ഒരാൾക്ക് ഒരു തവണ മാത്രമേ ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ട് സ്റ്റിക്ക് ഒടിക്കാൻ കഴിയൂ, പിന്നെ അടുത്ത തവണ കഴിയില്ല എന്നത് അവന് മനസ്സിലാകും. അത് മനസ്സിലാക്കിയ ബെയർ ഉടനെ തന്നെ ലാനിന്റെ വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് ലാനിന്റെ കയ്യിൽ ഈ ഒരു സ്റ്റിക്ക് കൊടുത്തതിന് ശേഷം ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം ലാനിനോട് തുറന്നു പറയുന്നു. സാറ മരണപ്പെട്ടു പോയ കാര്യമൊക്കെ പറയുകയാണ്. എന്നാൽ അതൊന്നും വിശ്വസിക്കുവാനായിട്ട് ലാൻ കൂട്ടാക്കുന്നതേയില്ല. ഈ ഒരു സ്റ്റിക്ക് ഒടിച്ചപ്പോൾ നിന്റെ ആഗ്രഹം നടന്നു അല്ലേ, ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ എന്ന് ലാൻ പറയുമ്പോഴോ, എന്റെ ആഗ്രഹങ്ങൾ റിവേഴ്സിൽ നടക്കണമെന്ന് നീ മനസ്സിൽ വിചാരിക്കുവാനായിട്ടാണ് ബെയർ പറയുന്നത്. പക്ഷേ ലാൻ വിചാരിക്കുന്നതോ തനിക്ക് $1 മില്യൺ വേണം എന്നതായിരുന്നു. അവൻ അങ്ങനെ വിചാരിച്ചാണ് സ്റ്റിക്ക് ഒടിച്ചതും. ഉടനെ തന്നെ വീടിന്റെ മേൽക്കൂര പൊളിച്ച് കാശിങ്ങനെ വീണുകൊണ്ടേയിരുന്നു. അതോടുകൂടി ഈ ഒരു വൺ വിഷ് വില്ലോ സ്റ്റിക്ക് സത്യമാണെന്നുള്ള കാര്യം അവർക്കൊക്കെ മനസ്സിലായി. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അവിടെ നിന്നും ടെൻഷനിൽ തന്റെ വീട്ടിലേക്ക് എത്തുകയാണ് ബെയർ. അതേസമയം നിക്കിയാണെങ്കിലോ മരിച്ചുപോയ സാറയുടെ ബോഡി വെച്ചിട്ട് അവിടെ കുറെ ഡെക്കറേഷനൊക്കെ ചെയ്ത് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ബെയർ ചോദിക്കുമ്പോൾ, നീ എന്നെ പ്രണയിക്കുന്നില്ലല്ലേ, നീ എന്നെ പ്രണയിക്ക് എന്ന് പറഞ്ഞ് അവളൊരു ഭ്രാന്തിയെ പോലെ പെരുമാറും. നിക്കിയുടെ കയ്യിൽ സ്റ്റിക്ക് കൊടുത്ത ബെയർ ചിന്തിച്ച ആഗ്രഹം റിവേഴ്സ് ആയിട്ട് നടക്കണമെന്ന് മനസ്സിൽ വിചാരിച്ച് സ്റ്റിക്ക് ഒടിക്കുവാനായും പറയുന്നു. എന്നാൽ നിക്കി അതൊന്നും ചെയ്യുവാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല. അതേ സമയമായിരുന്നു അവരുടെ വീട്ടിലേക്ക് ലാൻ എത്തുന്നതും. ലാനിനെ കണ്ടതും അലറി വിളിച്ച നിക്കി തന്റെ കയ്യിലിരുന്ന തോക്കുപയോഗിച്ച് ലാനിനെ കൊന്നുകളയുന്നു. അത് കാണുന്നതും ബെയറിന് എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ പേടിച്ച് ബാത്റൂമിൽ പോയി ഒളിച്ചിരിക്കുന്നു. ബെയറിനെ അന്വേഷിക്കുന്ന നിക്കി, ഏയ് ബെയർ, നീ പുറത്തേക്ക് വാ, നിനക്കെന്നെ ഇഷ്ടമല്ലേ, നീ എന്നെ പ്രണയിച്ചില്ല എന്നുണ്ടെങ്കിൽ നിന്നെയും കൊല്ലും, ഞാനും ചാകും, അത് വേണമോ, ഇല്ല എന്നുണ്ടെങ്കിൽ നീ പുറത്തേക്ക് വാ എന്ന് പറഞ്ഞാണ് നിക്കി ബഹളം വെച്ചുകൊണ്ടേയിരിക്കുന്നതും. നിക്കിയെ വല്ലാതെ പേടിക്കുകയാണ് ബെയർ. ഇനി ഇതിനൊരു വഴിയേ ഉള്ളൂ, താൻ മരിക്കണം.
അത് ചിന്തിച്ച ബെയറാണെങ്കിലോ തന്റെ പൂച്ചക്കുട്ടി എങ്ങനെ മരിച്ചു അതുപോലെ തന്നെ മരിക്കുവാനായിട്ടും അവൻ തീരുമാനിച്ച് അവിടെ കിടന്ന സ്ലീപ്പിംഗ് പിൽസ് എല്ലാം വാരി അവൻ കഴിക്കുന്നു. അത് കഴിച്ചതോടുകൂടി പെട്ടെന്ന് ബെയറിന്റെ പെരുമാറ്റത്തിൽ മാറ്റം വരികയാണ്. അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് നിക്കിക്കടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് നിക്കിയോട് ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്ന് പറയുകയാണ്. പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. എന്നാൽ നിക്കിയും ചിന്തിക്കുന്നത് പെട്ടെന്ന് ഇവൻ എങ്ങനെ എത്രയോ എന്നെ പ്രണയിച്ചു എന്നൊക്കെ അവൾ ചിന്തിക്കുന്നു. സത്യത്തിൽ എന്താണ് സംഭവിച്ചെന്നാൽ നിക്കിയുടെ കയ്യിൽ വൺ വിഷ് വില്ലോ സ്റ്റിക്ക് അവൻ കൊടുത്തിരുന്നല്ലോ. നിക്കിയാണെങ്കിൽ ആ സ്റ്റിക്ക് ഒടിച്ചു. അവൾ മനസ്സിൽ വിചാരിച്ചത് ഞാൻ എങ്ങനെയാണോ ബെയറിനെ പ്രണയിക്കുന്നത് അതുപോലെ തന്നെ അവനും എന്നെ പ്രണയിക്കണം എന്നതായിരുന്നു നിക്കിയുടെ ആഗ്രഹം. നിക്കി ആ ഒരു സ്റ്റിക്ക് ഒടിച്ചതോടുകൂടി നിക്കി എങ്ങനെയാണോ ബെയറിനെ പ്രണയിക്കുന്നത് അതുപോലെ തന്നെയായി മാറിയിരിക്കുകയാണ് ബെയറും. രണ്ടുപേരും പരസ്പരം പ്രണയിക്കുവാനായും ആരംഭിക്കുന്നു. അതേ സമയത്തായിരുന്നു ബെയറിന്റെ വായിൽ നിന്നും പെട്ടെന്ന് നുരയും പതയും വരുവാനായും തുടങ്ങിയത്. എങ്ങനെയെങ്കിലും ബെയറിനെ രക്ഷിക്കണമെന്നും നിക്കി തീരുമാനിക്കും. പക്ഷേ എത്ര വിചാരിച്ചിട്ടും നടന്നതേയില്ല. അങ്ങനെ ബെയറും മരണപ്പെട്ടു പോവുകയാണ്. ബെയർ മരിച്ചതോടുകൂടി പെട്ടെന്ന് തന്നെ ബെയർ വിചാരിച്ചെന്ന് വിഷുമില്ലാതാവുകയാണ്. ഈ ലോകത്തിൽ നിക്കി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെ ആയിരിക്കണം എന്നുള്ളൊരു വിഷുണ്ടല്ലോ, അതവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അതോടെ നിക്കി പഴയ അവസ്ഥയിലേക്കും വരുന്നു. അവളുടെ ഇപ്പോഴുള്ള ആ ഒരു സൈക്കോ സ്വഭാവം എല്ലാം മാറിയിട്ട് പഴയ നിക്കി തിരികെ വരികയാണ്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഞാൻ എവിടെയായിരുന്നു? എനിക്ക് എന്താ സംഭവിക്കുന്നത് എന്നൊക്കെ നിക്കി ചിന്തിച്ച് ചുറ്റും നോക്കുന്ന സമയത്ത് തന്റെ 3 കൂട്ടുകാരും മരണപ്പെട്ടു കിടക്കുന്നു. അവൾ അലറി കരയുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി ഈ ഒരു സിനിമയുടെ കഥയും അവിടെ അവസാനിക്കുന്നു. ബെയറിന്റെ ആ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ആഗ്രഹം എത്ര പേരുടെ ജീവൻ എടുത്തുവല്ലേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.